കഥയിലേക്ക് പോകും മുന്നേ തന്നെ കൂട്ടുകാരോടെല്ലാം ഒരു വാക്ക്. അറിയാലോ, ഈ കഥയിൽ പാസ്റ്റും പ്രസന്റും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. മിത്തു ആര്യനെ സ്നേഹിച്ചു എന്നുള്ളത് സത്യമാണ്. അവരുടെ കല്യാണവും കഴിഞ്ഞു. പക്ഷെ അതിനുശേഷവും ഉണ്ടായ ചില കാരണങ്ങളാൽ അവർക്ക് ഡിവോഴ്സ് ആവേണ്ടി വന്നു. അതിനുശേഷം ഇപ്പൊ കഥ നടക്കുമ്പോൾ ശ്രീയുടെ ഭാര്യയായിട്ടാണ് മിത്തു വന്നിരിക്കുന്നത്. അപ്പോ പ്രസന്റിലെ കാര്യങ്ങളും പാസ്റ്റിൽ എന്ത് സംഭവിച്ചതുകൊണ്ടാകും ആര്യനും മിത്തുവും തമ്മിൽ ഡിവോഴ്സ് ആയത് എന്നുള്ള കാര്യങ്ങളും മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ വിശദമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. കൂട്ടുകാർക്കൊക്കെ ചില കൺഫ്യൂഷൻസ് വന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് തുടക്കത്തിലെ ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷൻ. അപ്പോ മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ ഈ കഥ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അപ്പോ കഥയിലേക്ക് പോയാലോ? മുറിയിലേക്ക് എത്തുമ്പോൾ അച്ഛനും മോളും കൂടി കട്ടിലിൽ നല്ല മേളമാണ്. മിത്തു അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. വൈകുന്നേരത്തെ ദേഷ്യം മാറാത്തതുകൊണ്ട് തന്നെ അടുത്തു വന്നു നിന്നവളെ ശ്രീ ശ്രദ്ധിച്ചത് പോലുമില്ല. അത് മിത്തുവിന് ഏതാണ്ടൊക്കെ മനസ്സിലാവുകയും ചെയ്തു. സർ, സർ, എഴുന്നേറ്റേ, ഷീറ്റ് മാറ്റണ്ടേ? ഞാൻ മാറിയിരുന്നു. മോളെ കളിപ്പിക്കുന്നതിനിടയിലാണ് ആ മറുപടി. പിന്നെയും അവിടെ നിന്നു. ഒന്നും മിണ്ടിയില്ല. സർ, നോട്ടം ക്ഷണിക്കും പോലെ പിന്നെയും ഒരിക്കൽ കൂടി വിളിച്ചു. കുഞ്ഞിന് രാത്രിയിലത്തേക്ക് എന്തെങ്കിലും എടുത്തു വെക്കണോ? വേണ്ട, മോള് ചിലപ്പോഴേ ഉണരൂ. അങ്ങനെ എഴുന്നേറ്റാൽ ചിലപ്പോൾ പാല് ചോദിക്കും. അപ്പൊ പാല് കാച്ചണോ? ഞാനെന്നാൽ പോയി. അവള് ധൃതിയിൽ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ശ്രീ അവളെ പിടിച്ചു നിർത്തി. പറയുന്നത് മുഴുവനും കേൾക്ക് ദേവ. അത് കേൾക്കെ അവൾ തിരിഞ്ഞു നിന്നു. മോൾക്ക് പീഡിയാഷ്യൂർ മതി. നോർമൽ മിൽക്ക് അവൾക്ക് പറ്റില്ല. മിത്തുവിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. മോൾക്ക് ഗ്ലൂട്ടൻസ് അലർജി ഉണ്ട് ദേവ. സോ മിൽക്ക് പ്രോഡക്ട്സ് ചെല്ലുമ്പോൾ പെട്ടെന്ന് പനി വിമിഷ്ടമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കഴിവതും ഞങ്ങളാരും മോൾക്കത് കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഈ പീഡിയാഷ്യൂർ. ഇതപ്പോ എങ്ങനെയാ കൊടുക്കുക? കോയി. ഇതിനിടയിൽ ഏതൊരു നിമിഷം അച്ഛന്റെ കൈക്കൂട്ടിൽ നിന്നും മുഖമുയർത്തി കുഞ്ഞാറ്റ മിത്തുവിനെ വിളിച്ചു. മോളെ. ശ്രീയുടെ സ്വരം മാറിയതും അവൾ അവന്റെ വയറ്റിലേക്ക് മുഖം പൂഴ്ത്തി. മിത്തുവിന്റെ മുഖം മാറിയിട്ടുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ബാക്കി അവൻ കുഞ്ഞാറ്റയെ കളിപ്പിച്ചോണ്ടാണ് പറഞ്ഞത്. ഫ്ലാസ്കിൽ ചെറിയ ചൂടുവെള്ളം എടുത്തു വെച്ചാൽ മതി, അല്പം പഞ്ചസാരയും. എഴുന്നേൽക്കുവാണെങ്കിൽ കലക്കി കൊടുക്കാം. അപ്പോ ഫീഡിംഗ് ബോട്ടിലാണോ കൊടുക്കുന്നത്? സൈഡിലിരിക്കുന്ന പൊടിയുടെ അടുത്തായി അവള് കുപ്പി തേടി. വേണ്ടടോ, ഗ്ലാസ് മതി. പിടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഞാനെന്നാൽ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. അവൻ ഒരിക്കൽ കൂടി അമർത്തി മൂളി. അവള് ചെറിയൊരു കുപ്പിയിൽ പഞ്ചസാരയും ഫ്ലാസ്കിൽ വെള്ളവുമായി വന്നപ്പോഴും അച്ഛനും മോളും തിമിർപ്പിൽ തന്നെ. പക്ഷെ പഴയ എനർജിയൊന്നുമില്ല. കുഞ്ഞിന്റെ കണ്ണിലേക്ക് ഉറക്കം പിടിച്ചു തോന്നി. കളിയുടെ ഇടയിൽ അവളത് ശ്രദ്ധിക്കാത്തതാണെന്ന് മനസ്സിലായി മിത്തു ശ്രീയെ വിളിച്ചു. സർ, മോൾക്ക് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. നേരം ഇത്രയും ആയില്ലേ? ചുവരിലെ ക്ലോക്കിലും അവന്റെ മുഖത്തും അവൾ മാറി മാറി നോക്കി. കുറച്ചുകൂടെ കഴിയട്ടെ ദേവ. ഇത്തിരി കഴിഞ്ഞതും അച്ഛാ, അത്തമ്മ എവിടെ? ഉറക്കം കണ്ണു മൂടാൻ തുടങ്ങിയതും കുഞ്ഞാറ്റ സതിയെ തിരക്കാൻ തുടങ്ങി. അച്ഛമ്മ കുളിക്കുവാടാ, ഇപ്പൊ വരൂട്ടോ. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞതും മോള് അവന്റെ മടിത്തട്ടിലേക്ക് തന്നെ ഉറങ്ങി വീണു. ശ്രീ മോളെ നേരെ കിടത്തി സൈഡിലായി എടുത്തു വെച്ചിരുന്ന കുഞ്ഞു പുതപ്പിൽ അവളുടെ മുഖം മാത്രം പുറത്തേക്കാക്കി നല്ലോണം പൊതിഞ്ഞു. രാത്രി മൊത്തം ബെഡുണ്ടെങ്കിലും ഇവൾക്ക് പറ്റില്ല. നല്ല ഉരുളിച്ചയാണ്. പുതപ്പൊക്കെ കണ്ട വഴിക്ക് പോകും. പുഞ്ചിരിയോടെ മോളെ പുതപ്പിച്ച് കിടക്കുന്നതിനിടയിലായിരുന്നു ആ സംസാരം. അവളിൽ നിന്നും ഉയർന്ന് മിത്തുവിനെ നോക്കിയതും ചുണ്ടിൽ വിരിഞ്ഞു നിന്ന് ചിരി മാഞ്ഞു. മുഖം പഴയതുപോലെ തന്നെ കടുത്തു. അവന്റെ ആ മുഖം മാറിയതും മിത്തുവിനും വല്ലാത്തൊരു പിടപ്പ് തോന്നി. വൈകുന്നേരം മുതൽ ഇതാണ് അവസ്ഥ. ആകെ ഒരു അവഗണന. മോളുടെ കാര്യമാണെങ്കിൽ മാത്രം കൃത്യമായ മറുപടി കിട്ടും. അവളെ കടന്ന് മുന്നിലോട്ട് നടക്കാൻ പോയവന്റെ കയ്യിൽ മിത്തു പിടിച്ചു നിർത്തി. എവിടേക്കാ? റൂമിൽ നിന്ന് അവൻ ഇറങ്ങി പോവുകയാണെന്ന് കരുതിയായിരുന്നു ആ പേടിയും ചോദ്യം. പുറത്താരെങ്കിലും കണ്ടാൽ? ഉള്ളൊന്ന് കാളി. അവളുടെ വെപ്രാളത്തിൽ നിന്നും അത് അവന് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ ഈ വശത്ത് കിടക്കാമെന്ന് കരുതി ദേവ. മോള് ഇടയ്ക്ക് എഴുന്നേറ്റാൽ വെള്ളം എടുക്കാനൊക്കെ അതല്ലേ എളുപ്പം. താൻ അകത്തേക്ക് കയറി കിടന്നോ. അവള് പിന്നെയും അങ്ങനെ തന്നെ നിന്നു. എന്തേ, മോൾക്കൊപ്പം കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മോൾക്കൊപ്പമല്ല, തന്റെ ഒപ്പം കിടക്കാനാവും അവൾക്ക് വെപ്രാളമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു അവനത് ചോദിച്ചത്. പക്ഷെ അവന്റെ ആ ചോദ്യം അവൾക്കുള്ളിലെ ആശങ്കകൾ മാറ്റിക്കൊടുത്തു. മോൾക്കൊപ്പം.
ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു. അവള് ഇല്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. എങ്കിൽ കയറി കിടന്നു, ഞാനൊന്ന് മേല് കഴുകി വരാം. കൂടുതൽ സംസാരങ്ങൾക്ക് വഴിവെക്കാതെ അവൻ ബാത്റൂമിലേക്ക് കയറി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്നത് താൻ കിടക്കാമെന്ന് പറഞ്ഞെടുത്ത് അരികു ചേർന്ന് കിടക്കുന്നവളെയാണ്. ശ്രീ അവൾക്കരികിലേക്ക് ചെന്നു. ഉറങ്ങിയിട്ടില്ലെന്ന് വ്യക്തം. ദേവാ, പതിയെ അരികിലെത്തിയാണ് വിളിച്ചത്. എന്താ? അവന്റെ നിശ്വാസം തട്ടിയപ്പോൾ അവൾ പിടഞ്ഞെഴുന്നേറ്റു. ദേവ പതുക്കെ, മോൾ എഴുന്നേൽക്കും. പറഞ്ഞു തീരും മുന്നേ തന്നെ അവളുടെ ശബ്ദം കേട്ട് കുഞ്ഞുണർന്നു. കണ്ണു തുറക്കാതെ വാശി പിടിച്ച് ചിണുങ്ങി ഉരുണ്ടി കിടക്കുന്ന കുഞ്ഞിനെ മിത്തുവിന്റെ സൈഡിലൂടെ തട്ടിക്കൊടുത്തുകൊണ്ട് ശ്രീ പയ്യനെ പറഞ്ഞു. കുഞ്ഞ് ഉരുണ്ടുരുണ്ട് മാറി നീങ്ങുന്നതനുസരിച്ച് ശ്രീയുടെ കൈകൾ അവളെ പൊത്തിപ്പിടിച്ചു. തന്റെ ഒച്ചയിലാണ് കുഞ്ഞ് എഴുന്നേറ്റതെന്നുള്ള തോന്നലിൽ മിത്തു ശ്വാസം പോലും പിടിച്ചു വെച്ചപ്പോൾ അവൾക്കരികിലേക്ക് ചെന്നിരുന്ന് കുഞ്ഞിനെ നേരെ കിടത്തുക എന്ന തിരക്കിലായിരുന്നു ശ്രീ. കുഞ്ഞാറ്റയുടെ മൂളലിലും ചിണുക്കത്തിലും വ്യാപൃതരായി ഇടിക്കുന്നതിനിടയിൽ തങ്ങളുടെ മുക്കാൽ ശരീരവും മിത്തുവിന് മുകളിലാണെന്ന് ശ്രീയും അവളുടെ പിൻഭാഗം അവന്റെ നെഞ്ചിലാണെന്ന് അവളും അറിഞ്ഞില്ല. ഇതിനിടയിൽ കുഞ്ഞി ഉറങ്ങി. തലയിണയിൽ കാലൊക്കെ കയറ്റിവെച്ച് അതിലേക്ക് ഒതുങ്ങിക്കിടക്കുന്ന കുഞ്ഞിയെ കണ്ടതും രണ്ടുപേരുടെയും ശ്വാസം നേരെ വീണു. ഉറങ്ങിന്ന് തോന്നു സർ. എന്റെ ദേവ, നീ എന്ത് പണിയാ കൊച്ചെ കാണിച്ചത്? അന്നേരം എങ്ങാനും അവൾ ഉണർന്നിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ഒരു മനുഷ്യനും ഉറങ്ങില്ലായിരുന്നു. ഒന്നാമതേ അമ്മ എടുത്തില്ല, പിന്നെ സ്ഥലം മാറി കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വേറെയും. എന്തായാലും ദൈവം കാത്തു. കരഞ്ഞ് ബഹളമാവും മുന്നേ കുഞ്ഞുറങ്ങി. തന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നവളുടെ തോളിൽ തലമുട്ടിച്ച് ശ്രീ ഒരു നിമിഷം അങ്ങനെയിരുന്നു. അതേസമയം നെഞ്ചിൽ കൈവച്ച് ശ്വാസം എടുക്കുകയായിരുന്നു മിത്തു. അല്പം കഴിഞ്ഞതും കുഞ്ഞി പിന്നെയും ചിണുങ്ങി. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കുന്നത്. വല്ലാത്തൊരു ചമ്മൽ രണ്ടുപേരെയും മൂടി. പരസ്പരം നോക്കാൻ പറ്റാത്തൊരവസ്ഥ. ശ്രീ മിത്തുവിനരികിൽ നിന്നും എഴുന്നേറ്റു. ദേവ, അകത്തേക്ക് കയറി കിടന്നോളൂ. ഭിത്തിയോട് ചേർന്ന് കട്ടിലിരിക്കുന്നിടം ചൂണ്ടി ശ്രീ പറഞ്ഞു. വേണ്ട, ഞാനിവിടെ. മോൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കാം. ഇപ്പൊ വേണ്ട ദേവ, കുറച്ചു ദിവസം കഴിയട്ടെ. അതുവരെയൊക്കെ കണ്ടും കേട്ടും പഠിച്ചോ. പകലത്തെ തന്നോടുള്ള സ്നേഹമൊന്നും രാത്രിയിലെ ഉറക്കപ്പിച്ചയിൽ ഉണ്ടാകില്ല. ആ നേരത്ത് അമ്മയോ ഞാനോ വേണം അവൾക്ക്. ശീലങ്ങളൊക്കെ പതിയെ പതിയെ മാറുകയുള്ളൂ. സമയം കൊടുക്ക്. അവൻ അത്രയും പറഞ്ഞതും അവള് പിന്നെ തർക്കിക്കാതെ അപ്പുറത്തെ സൈഡിലേക്ക് കയറി കിടന്നു. അത് കണ്ട് കിടക്കാൻ തുടങ്ങിയവൻ മിഴികൾ തന്നിൽ നിന്നും ചലിപ്പിക്കാതെ കിടക്കുന്നവളെ നോക്കി എന്തേന്നുള്ള അർത്ഥത്തിൽ പുരികം പൊക്കി. അവൾ ഒന്നു വിളുന്ന് ചുമല് പൊക്കി. എന്തേലും പറയാനുണ്ടോ തനിക്ക് എന്നോട്? കട്ടിലേക്ക് കിടന്ന് മോളെ തന്നോട് ചേർത്ത് കിടത്തുന്നതിനിടയിൽ കാറ്റുപോലെ അവന്റെ സ്വരം കേട്ടവൾ തന്റെ കണ്ണിലേക്ക് ചോദ്യം എറിഞ്ഞു നോക്കുന്നവനെ നോക്കിക്കൊണ്ടവൾ ഈ തവണ തലയാട്ടി. എന്താ? അല്ല, എല്ലാത്തിനും എല്ലാവർക്കും സമയം വേണമെന്ന് അറിയാല്ലേ? അത്രയും പറഞ്ഞതും കണ്ണിറുക്കി തിരിഞ്ഞു കിടന്നവൾ. ആദ്യം ശ്രീക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അല്പനേരത്തെ ആലോചനയിൽ അവനൊന്ന് ചിരിച്ചു. തന്നെ നോക്കാതെ തിരിഞ്ഞു കിടക്കുന്നവളെ നോക്കുമ്പോൾ അതിന് മിഴിവേറി. മിത്തുവും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. സാറിൽ നിന്നും അവൻ തന്റെ ആരെങ്കിലുമൊക്കെ ആകാൻ കുറച്ചു സമയം. അവളൊന്ന് നിശ്വസിച്ചു. വൈകുന്നേരം മുതൽ താൻ പറയണമെന്ന് കരുതിയ കാര്യം മുഖത്ത് നോക്കി അവനോട് പറഞ്ഞതിന്റെ സന്തോഷം ആ നിമിഷം അവളിൽ നിറഞ്ഞു നിന്നു. രാത്രിയിൽ കതക് തുറക്കുന്ന പോലുള്ള ശബ്ദം കേട്ടാണ് മിത്തുവിന്റെ ഉറക്കം ഞെട്ടിയത്. തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ത്രീയാണ്. ക്ലോക്കിലേക്ക് കണ്ണുപോയി. 1:30. ഈ നേരത്തിപ്പോ എന്താവും? ആലോചിച്ച് അവൾ കിടന്നു. നേരമേറെ കഴിഞ്ഞിട്ടും അവൻ തിരികെ കാണാഞ്ഞായപ്പോൾ വല്ലാത്തൊരു ഭയം ഉള്ളിലേക്ക് എത്തി നോക്കാൻ തുടങ്ങി. ഇനിയും കിടന്നാൽ പറ്റില്ലെന്ന് തോന്നി ചാടി എഴുന്നേറ്റു. മോളെ ചുവരിലേക്ക് അടുപ്പിച്ചു കിടത്തി ചുറ്റും തലയണ കൊണ്ട് മതിൽക്കെട്ട് പണിഞ്ഞു. ഹാളിലെത്തിയതും പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടു. ഉമ്മറത്തേക്ക് ചെല്ലുന്ന മിത്തു കാണുന്നത് പുകച്ചുരുൾ വായുവിലേക്ക് ഊതി വിടുന്ന സ്ത്രീയാണ്. ഏച്ചനാണോ ഇത്രയും ധൃതി പിടിച്ചു പോന്നേ? എന്തേലും കാണിക്കട്ടെ. അവൾക്കത് കാണെ ദേഷ്യമാണ് വന്നത്. ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും നിഴലനക്കം കണ്ട് ശ്രീ തിരിഞ്ഞു നോക്കി. ദേവാ. അവന്റെ വിളിയിൽ അവൾ നിന്നു, തിരിഞ്ഞു നോക്കാതെ തന്നെ. അവൻ ഓടി അവൾക്കരികിലേക്ക് എത്തിയതും സിഗരറ്റിന്റെ സ്മെല്ലിൽ മുഖം ചുളിഞ്ഞു പെണ്ണിന്റെ. സോറി. അവൻ അല്പം മാറി നിന്നു. അവൾ അവനെ നോക്കാതെ പിന്നെയും അകത്തേക്ക് നടന്നു. ദേവാ. ആ വിളിയിൽ നിൽക്കാതിരിക്കാനായില്ല അവൾക്ക്. തിരിഞ്ഞു നോക്കിയതും അവന്റെ മുഖം കുനിഞ്ഞു. പുറത്തേക്കിറങ്ങിയ ജോലി തീർന്നെങ്കിൽ അകത്ത് വന്ന് കിടക്കാൻ നോക്ക്. അല്പം കഴുപ്പിച്ചാണ് അവളത് പറഞ്ഞത്. കിടന്നാലും ഉറക്കം വരില്ല ദേവ. അവൻ സോപാനത്തിലേക്ക് കയറിയിരുന്നു. ഞാൻ നന്നായിട്ടൊന്നും തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായെന്നറിയോ ദേവ? അവൾ സമ്മതിക്കില്ല. ശ്രീ ഒന്ന് നെടുവീർപ്പെട്ടു. അവളോ? ആര്?
വല്ലാത്തൊരു ഞെട്ടലോടെ മിത്തു ചോദിച്ചു. അവൾ കൈയിലിരിക്കുന്ന ഫോൺ അവൾക്ക് നേരെ നീട്ടി ശ്രീ. അവൾ അത് സ്ക്രീനിലേക്ക് വാങ്ങി. ഏതോ പാർട്ടി നടക്കുന്നതിന്റെ ഫോട്ടോയാണ്. ഇതാരാ? നീ നന്നായി ഒന്ന് നോക്ക് ദേവാ. കാലം അവളിൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്രയും മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വല്ലാത്തൊരു ഭാവത്തോടെ ശ്രീ അടുത്ത സിഗരറ്റ് കത്തിച്ചു. മിത്തു ഫോണിലൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കറുത്ത സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പ് ഇട്ടൊരു പെണ്ണാണ്. കയ്യിൽ വൈൻ ഗ്ലാസ്. മുടി മുഖത്തേക്ക് കിടക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല. ഏതോ ഒരുത്തനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നിനക്കിനിയും മനസ്സിലായില്ലേ ദേവാ? അവളുടെ ചുടുങ്ങിയ നെട്ടിത്തളം കണ്ടവൻ അകത്തേക്ക് വന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ഇനി നോക്ക്. അങ്ങോട്ടേക്ക് മാറ്റി മാറ്റി നോക്ക്. വേറെ ഏതോ ഫോൾഡർ തുറന്ന് ഫോൺ അവളുടെ കയ്യിൽ വെച്ചവൻ ദേഷ്യം കടിച്ചമർത്തി മുറ്റത്തേക്കിറങ്ങി. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ഒന്ന് പതറിയെങ്കിലും മിത്തു അവൻ ഓപ്പണാക്കി കൊടുത്ത് വീട് നോക്കി. ഏതോ വലിയ പബ്ബോ മറ്റോ ആണ്. ആണുങ്ങളും അല്പവസ്ത്രധാരികളായ ധാരാളം പെണ്ണുങ്ങളും ഡാൻസ് ചെയ്യുന്നു. കെട്ടിപ്പിടുത്തവും ഉമ്മവപ്പും ഉറക്കെയുള്ള ചിരിയുമൊക്കെ കേൾക്കാം. മിത്തുവിനെന്തോ അത് കണ്ടോണ്ടിരിക്കാൻ അറപ്പ് തോന്നി. അതുപോലുള്ള വികൃതങ്ങളായിരുന്നു അതിനുള്ളിൽ. അവൾ ഫോണ് കട്ട് ചെയ്യാൻ തുടങ്ങിയതും ഏതോ ഒരുത്തന്റെ കരവലയത്തിൽ നിന്നും അടർന്നു മാറി ഉച്ചത്തിൽ ചിരിക്കുന്നവളെ മിത്തു വ്യക്തമായി കണ്ടു. സ്നേഹ. മിത്തു ഞെട്ടിത്തരിച്ചുപോയി. കണ്ടു അല്ലേ? ഇതെന്താ? ഇന്ന് അവളുടെ പിറന്നാളാണ് ദേവ. അതിന്റെ ആഘോഷമാണ് കാണുന്നത്. അതിന് ഇതൊക്കെ സാറിനെങ്ങനെ? ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഒരു മലവെള്ളപ്പാച്ച തന്നെ ഉള്ളിൽ ആർത്ത് തിമിർക്കുന്നുണ്ടായിരുന്നു. അവൾ അയച്ചു തന്നതാണ് കുറച്ചു മുൻപ്. അപ്പോ നിങ്ങളിപ്പോഴും? പാതിയിൽ അവൾ നിർത്തി. ഞാൻ അവളെ ഓർക്കാറ് പോലും ഇല്ല ദേവ. പക്ഷെ അവൾ എന്നെ മറക്കാൻ സമ്മതിക്കില്ല. അവൻ ആ ചവിട്ടുപുഴയുടെ ഏറ്റവും താഴത്തെ തട്ടിലേക്കിരുന്നു. മനസ്സിലായില്ല. അവളുടെ ഓരോ വിജയങ്ങളും സന്തോഷങ്ങളും ഇതുപോലെ വീഡിയോ ആയും ഫോട്ടോയും കൃത്യമായ ഇടവേളകളിൽ എന്നെ തേടി വരാറുണ്ട്. സാറിനപ്പോ നമ്പർ മാറ്റിക്കൂടെ? അല്ലെങ്കിൽ അവളെ ബ്ലോക്ക് ചെയ്തൂടെ? എത്ര തവണ നമ്പർ മാറ്റി, ഏതൊക്കെ നമ്പർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് നമ്പർ കിട്ടും മുന്നേ തന്നെ അവൾക്കെന്നെ നമ്പർ കിട്ടിയിരിക്കും. പിന്നെ അവൾ എനിക്ക് അയക്കുന്നതൊക്കെ ഏതൊക്കെയോ വെബിൽ കൂടിയാണ്. അതൊന്നും ബ്ലോക്ക് ചെയ്യൽ, അതൊന്നും പറ്റില്ലടോ. ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാകും അതാരാ അയച്ചെന്ന് പോലും അറിയാൻ പറ്റുക. അത്രയ്ക്കും വലിയ നെറ്റ്വർക്കാണ് എനിക്ക് ചുറ്റും അവൾ തീർത്തിരിക്കുന്നത്. അവന്റെ ചിരിയിൽ നിറഞ്ഞു നിന്നത് നിസ്സഹായ അവസ്ഥയായിരുന്നു. നിങ്ങള് ഡിവോഴ്സ്ഡ് അല്ലേ? പിന്നെന്തിനാ ഇങ്ങനൊക്കെ? പകയാണ് അവൾക്ക് എന്നോട്. പകയോ? എന്തിന്? അവളുടെ ഭാവി, ഡ്രീം ജോബ് ഇതൊക്കെ നഷ്ടപ്പെടുത്തിയതിന്റെ വൈരാഗ്യം. അവൻ കയ്യിലിരുന്ന സിഗരറ്റ് കാലിൻ ചുവട്ടിലിട്ട് ചവിട്ടി അരച്ചു. രണ്ട് കൈയും മുടിയിലേക്ക് കടത്തി മുടി പിടിച്ചു വലിച്ചു. പാമ്പിന്റെ പക സൂക്ഷിക്കുന്നവളാണല്ലോ ദേവ. അവൾക്കിഷ്ടമല്ലാത്തവരുടെ അസ്ഥിവാരം വരെ അവൾ തോണ്ടും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും എന്ത് വൃത്തികേടുകൾ ചെയ്യാനും അവൾക്ക് മടിയില്ല. അവനുള്ളിലെ ഫ്രസ്ട്രേഷൻ നേരിട്ട് കാണുകയായിരുന്നു മിത്തു. അത് കണ്ടതും മിത്തു മുകളിലെ പടിയിൽ നിന്ന് നിരങ്ങി അവന് തൊട്ടടുത്തേക്ക് ചെന്നിരുന്നു. തോളിലേക്ക് കൈവച്ചു. മറു കൈകൊണ്ട് മുടിയിൽ നിന്നും കൈ വിടുവിച്ച് മടിയിലേക്ക് വെച്ചു. ഒരു നിമിഷം അങ്ങനെ പെട്ടെന്നവൻ ചരിഞ്ഞ് മിത്തുവിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനൊരു നീക്കം അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് തന്നെ മിത്തു ഞെട്ടിപ്പോയി. ശരീരം കിലുകിലെ വിറച്ചു. ഒന്ന് കുതറി അവനെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒരു കൈകൊണ്ട് അവളെയും പിടിച്ചുയർത്തി. ദേവ, നീ മോളുടെ അടുത്ത് പോയി കിടന്നോ? അപ്പൊ സാറ് വരുന്നില്ലേ? ഇല്ല, ഞാൻ വീട്ടിൽ പോകുക. ഇപ്പോഴോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. അകത്തേക്ക് കേറിപ്പോകാനല്ലേ നിന്നോട് പറഞ്ഞത്? ദേഷ്യത്തോടെ അവളെ വീട്ടിലുള്ളിലേക്കാക്കി ഡോർ അടച്ച് ശ്രീ പോയി. നടന്ന എന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ശ്രീയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം അവളെ നന്നായി ഉലച്ചു. അവന്റെ ദേഷ്യമാണോ അതോ അവനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടമാണോ തന്റെ ഉള്ളിൽ നിന്നും കണ്ണുനീരായി പുറത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാവാതെ മിത്തു അടച്ചിട്ട വാതിൽ നോക്കി പ്രതിമ കണക്കെ നിന്നു.